പറയുന്നത്. പക്ഷെ പെട്ടെന്ന് ദൈവാത്മാവ് എന്നെ അതിലേക്കും അയച്ചു, എന്താണെന്ന് അറിയത്തില്ല. സോ ഞാൻ ആ ഭാഗം ഒന്ന് കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. വചനം പ്രകാരമാണ്, ജൈറസ് വാസ് എ സിനഗോഗ് ലീഡർ. അപ്പൊ സിനഗോഗിന്റെ ഒരു ലീഡറായിരുന്നു ആര്? യായിറോസ്. And whose 12 years old daughter was died. തന്റെ മകള് മരിച്ചു. നമുക്കറിയുന്ന ഒരു ഭാഗമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാൻസ് മാത്രമേ പറഞ്ഞു വിടുന്നു. 12 വയസ്സുള്ള മകള് മരിച്ചുപോയി. He came to Jesus and begged to him to come and heal her. യായിറോസ് ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ മകളെ രക്ഷിക്കണം. പ്രകാരമാണ് പറഞ്ഞത്. He begged to Jesus. While Jesus was on the way to Jairus' house, യായിറോസിന്റെ വീടിന്റെ അരികിൽ കൂടി പോകുന്നുണ്ട്. People arrived and said, ആൾക്കാർ പറഞ്ഞു പ്രകാരം പറഞ്ഞു, your daughter is dead. എന്റെ മകൾ മരിച്ചിരിക്കുന്നു. ഗുരുവിനെ എന്തിനു ശല്യപ്പെടുത്തണം? ഗുരുവിനെ വിടുക. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരു എല്ലാ വഴിയും നടന്നു, ഗലീലയിലൂടെ എല്ലാ ഭാഗത്തിലൂടെ നടന്നു ശുശ്രൂഷ കഴിയപ്പെടുത്താൻ അവശനായ ഒരു മനുഷ്യനാണ്, അല്ലെ? മനുഷ്യ ശരീരത്തിലേക്ക് അവശനായിരിക്കുക. സോ അപ്പൊ ജനം പറയാം, your daughter is dead, don't bother the teacher anymore. But Jesus told to Jairus, do not fear, only believe. ഭയപ്പെടാതെ വിശ്വസിക്കുക. ആത്മീക യുദ്ധത്തിൽ, ആത്മീയത്തിന്റെ റലത്തിൽ ഞാൻ ഇപ്രകാരം പ്രൊഫറ്റിക്കലായ ഒരു കാര്യം പറയാം. മരിച്ചുപോയ ഒരു കാര്യത്തിൽ നോക്കി നമ്മൾക്ക് വിശ്വാസത്തിന്റെ ഒരു വാക്ക് പറയാൻ കഴിയുമെങ്കിൽ, just declare the word, it's not dead, it's still alive, because the God who is living with me. Amen. When Jesus arrived, people were mourning in the house. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും ജെയിംസിനെയും എല്ലാവരും കൂട്ടിയിട്ട് ഭവനത്തിൽ കയറിയപ്പോൾ, പഴയ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പുസ്തകങ്ങൾ വായിച്ച സമയത്ത് ഇങ്ങനെ കാണാൻ കഴിയും, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, when he is dead, മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും. and they will pay to them. കരയാൻ വേണ്ടി അവർക്ക് കാശ് കൊടുക്കും. അങ്ങനെ കരയാൻ വേണ്ടി പർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ടൈമിൽ ആൾക്കാരെ നിയമിച്ചിരിക്കുകയാണ്. ആര്? ജായറോസിന്റെ മകള് മരിച്ചപ്പോൾ തന്റെ വീട്ടിൽ. ഇതിനൊരു ആത്മീക ഒരു അർത്ഥമുണ്ട്. നമ്മളൊരു വിഷയം മരിച്ചെന്ന് ഡിക്ലെയർ ചെയ്ത് മറ്റുള്ളവരടുത്ത് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് ആത്മാവിൽ വിശ്വാസത്തിൽ ആ മരിച്ചുപോയതിനെ, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ മരിച്ചുപോയതിനെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്റെ കൂടെ. യേശു കർത്താവ് ചെയ്ത ഏക പ്രവൃത്തി എന്തായിരുന്നു? ആ ഭവനത്തിൽ കയറി ചെന്നു, ആ കരഞ്ഞോണ്ടിരിക്കുന്ന എല്ലാവരും പുറത്താക്കി, എല്ലാവരും കിക്കൗട്ട് ചെയ്തു പുറത്തേക്ക്. കാരണം അവിശ്വാസത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയും നമ്മുടെ കൂടെ വേണ്ട, മറിച്ച് വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജനം മാത്രമാണ്. കേവലം 3 പേരുള്ളൂ. പത്രോസാണോ യോഹന്നാനോ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ കൂടെ വിശ്വാസത്തിൽ നിൽക്കുന്ന കേവലം ഒരു വ്യക്തി മാത്രമേ, അത് മാത്രമാണ്. അതിനുശേഷം പ്രകാരം പറഞ്ഞു, അവിടെ ജനമെല്ലാം ചിരിച്ചു. കാരണം എന്ത് ബോഷ്കാണ് പറയുന്നത്, എന്ത് ബ്ലണ്ടറാണ് പറയുന്നത്. മരിച്ചുപോയ ഒരാളെ ജീവിപ്പിക്കുന്നു. ഈ കരഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികൾ അവരെ പുറത്താക്കി. യേശു കർത്താവും ശിഷ്യന്മാരെ അകത്തേക്ക് കയറി. ജീസസ് went inside with the girl's bag. ആ അപ്പനും അമ്മയും കൂടെ കേട്ടി, അല്ലെ? വിശ്വാസമില്ല. പക്ഷെ യേശു കർത്താവ് ഡയറക്ട്ലി പ്രൊഫറ്റിക്കലി പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ മകൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു, ഉറങ്ങുകയത്രയെന്ന് പറഞ്ഞു. ഒരു 50% തന്റെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടായിരുന്ന ഭയം മാറി. അയ്യോ മരിച്ചോ? ഇല്ല, മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രയെന്ന് പറഞ്ഞു. യേശു കർത്താവ് മരിച്ചതിനെ നോക്കി പ്രകാരം പറയുന്നു, means little girl, I say to you, arise. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ പ്രൊഫറ്റിക്കലി ഒരു കാര്യം ഞാൻ പറയാം. മരിച്ചുപോയ ഒരു വാക്തത്വം ഇന്ന് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നെങ്കിൽ അത് മരിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം പ്രൊഫറ്റിക്കലി പറയട്ടെ, എന്റെ മരിച്ചു പോയിട്ടില്ല, എന്റെ വാക്തത്വം മരിച്ചിട്ടില്ല, അത് ഉറങ്ങുകയത്രേ. ആത്മാവിൽ ഞാൻ പ്രകാരം പറയുന്നു, എഴുന്നേൽക്കുക, എന്റെ വാക്തത്വം എഴുന്നേൽക്കുക. എന്റെ ജീവിതത്തിൽ